നമ്മളെ 3rd ഡേ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ലൊക്കേഷനായ മെയിൻ സ്ഥലം ഹൈദരാബാദ് മെയിൻ സ്ഥലം രാമോജി ഫിലിം സിറ്റി. നമുക്ക് മാച്ച് ആയിട്ട് നല്ലൊരു കണ്ണടയൊക്കെ അല്ല സോറി തൊപ്പിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് എല്ലാവരും ഇത് വാഷ്റൂമിലെല്ലാം പോയി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോക്കാണ്. ഹായ് സോയ. ഹായ് ഹായ് ഗൈസ്. ഇതാണ് നമ്മളെ എൻട്രി വരുന്നത്. എല്ലാവരും കേക്ക് ഇങ്ങനെ ഒട്ടിക്കണം. നമുക്ക് 6 7 അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇത് ജസ്റ്റ് അവിടെ സ്കാൻ ചെയ്യും. നമ്മൾ ഈ മെട്രോയിലെല്ലാം കയറ്റുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഇനി ഒരു നല്ലൊരു ലുക്കുള്ള ബസ് ഉണ്ട്. അതിലാണ് നമ്മൾ അവിടത്തേക്ക് വരാൻ തോന്നുന്നത്. നമ്മളെല്ലാവരും വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ടീംസ് ഓരോ ആൾക്കാരായിട്ട് പറഞ്ഞല്ലോ. പറ. ബാഹുബലിന്റെ യുദ്ധം നടന്ന സ്ഥലം. അതെയോ? അവിടെയോ പോലെ ബാഹുബലിയിലെ യുദ്ധം നടന്നത്. നമുക്ക് പോണ്ട ബസ് വരുന്നുണ്ട്. മുമ്പിലത്തെ സീറ്റ് ഓടി പിടിച്ചാൽ നമ്മള് മുന്നിലത്തെ സീറ്റ് പിടിച്ചിട്ട് നമ്മൾ നല്ല വിചാരിക്കും നമ്മളിത് ഏറ്റവും മുന്നിലാണുള്ളത്. ഫസ്റ്റൊക്കെ നമ്മൾ നല്ല റോഡാണ് കേട്ടോ. ഇവിടെ അടിപൊളി വഴിയാണ്. നല്ല വൃത്തി. രസമുള്ള റോഡ്. നല്ല ഇരിക്കാൻ മുന്നിൽ തന്നെ ഇരുന്നുകൊണ്ട് നല്ല രസം. മറ്റേ പാട്ട് അതുപോലെ ഉണ്ട് കാണുമ്പോ. അമർ അക്ബർ അന്തോണി. നല്ല രസമുണ്ട് സ്ഥലങ്ങളെല്ലാം കാണാൻ. ഇവിടുന്ന് എന്തോ പണിയെല്ലാം നടക്കുന്നുണ്ടല്ലേ. ഡേർട്ടി പിക്ചറില് പാട്ട് ഡ്രീമും മേക്കപ്പും കണ്ടീഷനും. ബസ് നല്ല ഇത് കാണാൻ. ഇവിടെ ബായ്. ഈ വണ്ടി എന്താ രസമുള്ള വണ്ടി. ഇവിടുന്നാണ് ചോപ്പ് വണ്ടി കയറി എല്ലാവരും. ബസ്സിന്ന് ഇറങ്ങാൻ പോക്കാണ്. ഇനി ആ ബസ്സിലാണ് കയറേണ്ടത്. 1996 ഇത് ഓപ്പൺ ആയത്. 624 ഹെക്ടറും 1666 ഏക്കറും ഉണ്ട്. അതുകൊണ്ട് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടി. ബസ്സിനുള്ളിൽ കയറി. നെക്സ്റ്റ് ബസ്സിനുള്ളിൽ കയറി. ഇത് നല്ല സൂപ്പർ ബസ്സാണ്. നല്ല രസമുണ്ട്. Look at your right side. This place is fountains and Bahubali set. Are you ready? Look at your left flower garden and the carnival time. You can enjoy the musical flower garden with beautiful lightings. Look at your right side, Mughals garden. From outside, it is famous for pre-wedding shoot. You can see this location in Hindi movie Jodha Akbar, Telugu movie Swagatham, Tamil movie PS 1 and 2. Followed by left side Limelight Garden. It is famous for corporate events, marriage function. Jerry Miracle was shot there.
Look at your left side, Karishma Garden. The color of the flowers changes according to the heroine saree. हीरोइन कौन से कलर की साड़ी पहनती है उसी कलर का फूल वहाँ सजाए जाते हैं. Red saree, red color flowers. നമ്മളെ നടി ഏത് കളറാണോ ഡ്രസ് ഇടുന്നത് Triple R movie heroine tied fantasy was shot on this road. ഫിലിംസിന്റെ സാധനങ്ങൾ എല്ലാം വെക്കുന്നത് ഇവിടെയാണ്. ഈ ജനറേറ്റർ, ലൈറ്റ്, സാധനങ്ങൾ. You can see this location in Telugu and Tamil famous movie Delvi High Court ki Surika movies play. ജിഎഫിലെ മെഹബൂബ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം, പിന്നെ നമ്മളെ ചന്ദ്രമുഖി എല്ലാം ഷൂട്ട് ചെയ്ത വീടാണത്. എക്സ്പ്രസ് മൂവിയിലുള്ള മിനമ്മ, വേർ ഇസ് ദ ടെമ്പിൾ മിനമ്മ, അത് ഷൂട്ട് ചെയ്തത്. ഇത് ഗുരുദ്വാര. നമ്മളെ റബിനെ ബനാദി ജോഡി ഫിലിമില് നമ്മളെ പള്ളിയൊക്കെ കാണാം. ഇവിടെ നമ്മൾക്ക് ഈ ഹിന്ദി ഫിലിംസിന്റെ കുറെ ലൊക്കേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. Taj Mahal, if you painted as a white color, becomes Taj Mahal. If you painted as a green, becomes Masjid. Gateway of India, താജ്മഹലായിട്ടും നമുക്കൊരു മസ്ജിദായിട്ടും. You can see this location in Golmaal 1 and 2. ഗോൾമാൽ ഫിലിമിലുണ്ട്. Telugu movie Triple R Sri Bhadradu. നമ്മുടെ RRRന്റെ മെയിൻ സംഭവങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് സലാറ്, പിന്നെ RRRലെല്ലാം ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. പുഷ്പ, ബാഹുബലി, കജോളിന്റെ വീടായിട്ടുള്ള സ്ഥലമാണിത്. കുറേ ഫിലിമില് നമ്മള് അവിടെ നല്ലൊരു ഫൈറ്റിംഗ് സീനെല്ലാം ഷൂട്ട് ചെയ്യാൻ. ഇവിടെ ഏതോ ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പണിയൊക്കെ ഓൺ ഗോയിങ് ആയിട്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറേ ഫയലും സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ചന്ദ്രമുഖിയിലെ ഡാൻസ് മാസ്റ്ററിന്റെ ഹോമാണ് ഇത്. പുഷ്പ, പിന്നെ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്, അതിലെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാവും രാമോജി ഫിലിംസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് അതിലത്ത്. ചെന്നൈ എക്സ്പ്രസിലെ മെയിൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും പിന്നെ ലുങ്കി ഡാൻസ് എല്ലാം ഷൂട്ട് ചെയ്തത് അവിടെ നിന്നാണ്. ഇത് ഒരു സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടിരിക്കുന്നത്. നമ്മളെ KGF, RRR എന്നെല്ലാം ഫൈറ്റിംഗ് സീനെല്ലാം ഷൂട്ട് ചെയ്ത് ശരിക്കും ഒരു ജയില് പോലെ തന്നെ ഉണ്ട് കാണുമ്പോ. ദൃശ്യം 2 ഷൂട്ട് ചെയ്തത് എവിടുന്നാന്ന് ഇവര് പറയുന്നുണ്ട്. ഇതില് ദൃശ്യം 2 ഈ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നത്. ദൃശ്യം 2 നമ്മളെ കണ്ട മരുന്നിനെ കൊല്ലുന്നതിലും ഇതാണ് നമ്മളെ ലുക്കുള്ള ബസ്. വളരെ രസമില്ലേ കാണാൻ. ഇതിന് മുമ്പിലത്തെ സ്ഥലമാണ് രസം. നല്ല രസമില്ലേ. പറഞ്ഞോ. ഇവിടെയാണ് നമ്മുടെ പണ്ടത്തെ മഹാഭാരതം അങ്ങനെ സൈഡിലല്ല കണക്കുള്ള സീരിയലില്ലേ മഹാഭാരതം. ഇതിന്റെ മുകളിൽ കാണുമ്പോൾ തിരിയുന്നുണ്ട് സെറ്റ് ഇട്ട് താഴെ നോക്കിയാ ശരിക്കും നട്ട് അതിന്റെ തലയിൽ അനങ്ങുന്നുണ്ട്. ശരിക്കും നല്ല രസം.
പിന്നെ എന്തായാലും സെറ്റ് മഹാഭാരതത്തിന്റെ മറ്റേ നമ്മൾ കാണുന്ന സീരിയൽ പണ്ട് അങ്ങനെ പണ്ടത്തെ അല്ല. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മളെ മഹാഭാരതത്തിൽ കാണുന്ന ടി വി കാണുമല്ലോ ഇവരെ മറ്റേ പാഞ്ചാലി. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? നമ്മുടെ നാട് വിട്ടു പോവുകയാണ്. വീട്ടില് ഇതൊന്നും കഴിക്കാൻ പറ്റാണ്ട് സിനിമയിലെ ഷോർട്സ് എല്ലാം ഇവിടെ നിന്ന് എടുത്തതാണ്. അതവിടെയാണ് ബാഹുബലി. കയറി. ഇവിടെ നമ്മൾ പാടേണ്ട ആവശ്യമൊന്നുമില്ല, പാട്ട് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രസമുണ്ട്, ഫുള്ള് നമ്മൾ കണ്ടില്ല. പിന്നെ എന്താ ഓൾറെഡി ഇവിടുന്ന് ഇങ്ങനെ പാട്ടെല്ലാം വെച്ച് നല്ലൊരു ശരിക്കും ബാഹുബലിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു കുമ്മ വരുന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെ. ഫിലിമില് മറ്റേ ഏതാ ബാഹുബലിന്റെ അമ്മ അതിന്റെ പേര്, അവരെ പേര് ഓർമ്മയില്ല. മറ്റിങ്ങനെ കൊള്ളി കൂട്ടിയിട്ട് പിന്നെ ഇങ്ങനെ മറ്റേ ഒരു കൊള്ളിയെല്ലാം വെച്ചിട്ടുണ്ട്, വെച്ച് പെറുക്കി എന്ത് മോശമാണ് പൽവാൻ ദേവൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൽവാൻ ദേവന്റെ അത്ര വലിയ ഫാൻ ഒന്നും അല്ല, പക്ഷെ ഇങ്ങനെ കാണുമ്പോ ഫാൻ ആയി പോകും. അതാണ് സംഭവം. ഇത് ബാഹുബലിന്റെ മെയിൻ സ്ഥലം. മറ്റേ ഇങ്ങനെ രാജാവാടി ഇരുന്നിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മറ്റിങ്ങനെ കുത്തി അതില് അവർ അടിപിടിയെല്ലാം നടക്കുന്ന ഒരു സെക്ഷൻ. അവിടെ നിന്ന് അതിന്റെ സൗണ്ടെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ഫുള്ള് നല്ല രസമുണ്ട്. നമുക്ക് ഫുള്ള് നടന്നു നോക്കാം. നല്ല രസമുണ്ട്, നല്ല വെയിലുണ്ട്, പക്ഷേ കൂടി രസമുണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. നല്ലുണ്ട് ശരിക്കും. നമ്മളെ ബാഹുബലിന്റെ ആ ഒരു പോലെ ഉണ്ട്. ആ സിനിമേന്റെ ഉള്ളിൽ നമ്മൾ എത്തൂല. മറ്റേ പണ്ടത്തെ കാർട്ടൂൺ സിനിമയിലെല്ലാം ഉണ്ട്, നമ്മൾ ടിവിന്റെ ഉള്ളിൽ കയറുന്ന പോലെ, അതേപോലെ ആ സിനിമയിൽ ഈ സ്ഥലം ഫുള്ള് കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ ആയിട്ട് തോന്നും, അതായത് ശരിക്കും ഉണ്ടാക്കിയത്. പക്ഷെ ഇത് മുട്ടിക്കഴിഞ്ഞാലേ നമുക്ക് തിരിയുള്ളൂ. പ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് ശരിക്കും കാണുമ്പോൾ നമുക്ക് കുഞ്ഞായി തോന്നുമെങ്കിലും പൊന്തിക്കോ ബാഹുബലി ശരിക്കും ഒരു സംഭവമാണ്. വെറുതെ ഡ്യൂപ്പുള്ള സാധനം പോലും പൊന്തിക്കാൻ കഴിയുന്നില്ല.
ശരിയാ കുറച്ച് ടയർ മുന്നിലോട്ട് വന്നിനി. മടിക്ക മൂവിന്റെ ലൊക്കേഷൻ കാണുമ്പോൾ സെറ്റ് ഇട്ട് ഞാൻ തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ഇതാ ഷോട്ടാക്കി ഡാൻസ് കളിച്ച സ്ഥലമാണ്, ലൊക്കേഷനാണ് ഇത്. ഒരു ഇംഗ്ലീഷ് നാട് പോലെ നമ്മൾ കാണുമ്പോൾ ഇംഗ്ലീഷ് ഇല്ലല്ലോ. Cameras are capturing the senses, because of which you can see the artist as avatar character on the screen. Cameras and sensors को capture दूसरा डिस्ट्रिक्ट करते पाएंगे बिना पासपोर्ट है बिना നമ്മളെ കാണുമ്പോൾ ഈ ദോത്തി മതാൻ വേണ്ടി കട്ടില്ലേ നമ്മളുടെ ആരോടെ സീറ്റ് നമ്പർ നോക്കൂ. ബൈ ബൈ ബൈ. ഓക്കെ ഗുഡ് നൈറ്റ്. ഇവിടെ എടുത്ത സിനിമ പുഷ്പ 2, പിന്നെ സിംഗം, രാവൺ, പിന്നെ നമ്മുടെ മറ്റേ ചിട്ടി റോബോട്ടിന്റെ ഫിലിം, പിന്നെ ഏതാ സിയാരാമന്റെ മീൻ, അതേതോ, പിന്നെ അങ്ങ് വൈകുണ്ഠ. ഓടിപ്പോകും. അടിപൊളിയല്ലേ? അവിടെ ഇരിക്കാൻ തന്നെ നല്ല സുഖമുണ്ടല്ലേ? ഇവിടെ ഫുൾ ഒട്ടകപ്പക്ഷി, സോറി ഒട്ടകം നൂയി മടലി. എന്താ നന്ദു? ഇത് ആനമുട്ട. നന്ദു ആനമുട്ട. മുട്ട ഇടാറില്ലല്ലോ. ഓ എത്ര വേണം? सर आप येलो बाइक के ऊपर बैठिए, नहीं गिरेगा, 100% गारंटी। पीछे उतना देर मत देखिए, एक्सीडेंट हो जाएगा। गाड़ी को रेस करिए।
Now look back again. ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാന്ന് ബാക്കിൽ പച്ച അല്ലെങ്കിൽ നീല സ്ക്രീൻ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ മാറ്റുമെന്ന് കാണിച്ചു തരുന്നത്. ഇനി ഇതിന്റെ സൗണ്ടാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. बिजली का आवाज उरुमुला शब्दम ഇതുണ്ട് അത് പൊട്ടി വെച്ചാൽ ബാക്കിലോട്ട് പൊളിയാണ്. കല്യാണപ്പെണ്ണ ചെക്കോ നെക്സ്റ്റ് എന്നാ ഇവിടെ അടിപിടിയുടെ